കഴിഞ്ഞ ദിവസം കോൺഗ്രസ് വിട്ടു എന്ന് വാർത്താസമ്മേളനത്തിൽ പറയുന്നു. എന്തുകൊണ്ടാണ് കോൺഗ്രസ് വിട്ടത്? എത്ര കാലത്തെ പാരമ്പര്യമുണ്ട് കോൺഗ്രസിന്? എനിക്ക് എൻ്റെ ഒരു തലമുറ പറഞ്ഞാൽ കോൺഗ്രസുമായിട്ടുള്ള ബന്ധം പറയുമ്പോൾ എൻ്റെ ഫാദർ പിറവത്ത് ആദ്യത്തെ മണ്ഡലം പ്രസിഡൻ്റായിരുന്നു, കോൺഗ്രസിൻ്റെ പ്രഥമ മണ്ഡലം പ്രസിഡന്റ്. എൻ്റെ ഗ്രാൻഡ് ഫാദർ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. വർഷങ്ങളായിട്ട് കോൺഗ്രസ് പാരമ്പര്യമുള്ളൊരു ഫാമിലിയാണ് ഞാൻ കോൺഗ്രസ് വിടാനുള്ള കാരണം 3 വ്യക്തികളാണ്. ഒന്ന് അനൂപ് ജേക്കബ്, വി ഡി സതീശൻ, മുഹമ്മദ് ഷിയാസ്. ഈ 3 പേരും ചേർന്നിട്ടുള്ള ഒരു കോക്കസാണ് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചത്. 2012 അനൂപ് MLA ആയിട്ട് വന്ന ആ കാലഘട്ടം മുതൽ 20 വരെ 10 വർഷക്കാലം ഞാനായിരുന്നു അവസാനത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായത്തെ ചെയർമാനും. നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുകയോ 8 വർഷത്തിനിടയിൽ 1 രൂപ പഞ്ചായത്തിനോ നഗരസഭയ്ക്കോ ഈവൻ എൻ്റെ വാർഡിലേക്ക്, എൻ്റെ ഡിവിഷനിലേക്ക് പോലും തന്നിട്ടില്ല. ഇത്രമാത്രം പിറവത്തെ ഒഴിവാക്കിയ, പിറവം നഗരസഭയും പഞ്ചായത്തിനെ അവഗണിച്ച ഒരു MLA കേരളത്തിനുണ്ടായിട്ടില്ല. ഞാൻ ആദ്യം ചാർജ് എടുക്കുമ്പോൾ MJ ജേക്കബാണ്. അദ്ദേഹം ആ കാലഘട്ടത്തിൽ പോലും നമ്മളോട് ഏറ്റവും സഹകരിച്ചാണ് പ്രവർത്തിച്ച്. പിറവത്ത് നിരവധി വികസന പ്രവർത്തനം വ്യക്തിപരമായി പറഞ്ഞാൽ കൊണ്ടുവന്ന ആൾ MJ ജേക്കബാണ്. പിറവത്തെ സിവിൽ സ്റ്റേഷൻ കൊണ്ടുവന്ന അദ്ദേഹം, പിറവത്ത് ആദ്യം BNBC റോഡ് കൊണ്ടുവന്ന അദ്ദേഹമാണ്. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആദ്യം വോൾവോ ബസ് പിറവത്തേക്ക് വരുന്നത്. എത്രയോ വികസന പ്രവർത്തനം അദ്ദേഹം കൊണ്ടിട്ടുണ്ട്. ഇപ്പോൾ ശ്രീ അനൂപ് ജേക്കബ് ഈ MLA കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കണം, എന്ത് വികസന പ്രവർത്തനം ഈ നിയോജക മണ്ഡലത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്? പൊതുജനങ്ങൾക്ക് താല്പര്യമുള്ള പിറവത്ത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 2015 മുതൽ 20 വരെ ആ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന ഒരുപാട് പദ്ധതികളുണ്ട്. അതായത് മുനിസിപ്പൽ ഷോപ്പ് അനക്സ് ബിൽഡിംഗ് കോട്ടപ്പുറത്തുണ്ടാക്കിയ 3 കോടി രൂപയുടെ പ്രൊജക്റ്റ്, പാവപ്പെട്ട സാധാരണക്കാരായ നിരാലംബരായ ആളുകളെ താമസിക്കാനുള്ള ഷെൽട്ടർ ഹോം 3 കോടി രൂപ തേക്കുമുട്ടിപ്പടിക്കൽ, ആറ്റുതീരം പാർക്ക്, 2 തൂക്കുപാലങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട പിറവത്തിൻ്റെ ഐക്കണായ സബർബൻ മാൾ, കേരളത്തിലെ ആദ്യത്തെ പ്രൊജക്റ്റാണ്. പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും സപ്ലൈകോയും ചേർന്നുള്ള പ്രൊജക്റ്റ്. ഈ പ്രൊജക്റ്റിലൊന്നും 1 ലക്ഷം രൂപ പോയിട്ട് ഒരു പൈസ പോലും തന്നിട്ടില്ല എന്നുള്ളത് ഏറ്റവും വേദനാജനകമായ കാര്യമാണ്. ഈ ഒരു കാരണം ഉന്നയിച്ച് പലപ്പോഴായി ഞങ്ങൾ തമ്മിൽ തർക്കമുണ്ടായിട്ടുണ്ട്. 2019 അവസാനമായിട്ട് ഇതിന് തർക്കം വരുന്നത്. മുനിസിപ്പൽ ബിൽഡിംഗ് പണി തീരുമ്പോൾ ഒരു 50 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു, സഹായിക്കണമെന്ന് പറഞ്ഞു. തരാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ട് അവസാന നിമിഷം അദ്ദേഹം കാലുമാറി. ബഹുമാനായി അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി TK ജോസ് സാറിനെ കണ്ട് സ്റ്റേറ്റ് ലെവൽ വർക്കിംഗ് ഗ്രൂപ്പിൽ വെച്ച് മുനിസിപ്പാലിറ്റിയുടെ പ്ലാൻ ഫണ്ട് ഡൈവേർട്ട് ചെയ്ത് ഇതിനെടുത്ത് വർക്ക് ചെയ്യാനും അത് ഫണ്ട് വരുമ്പോൾ റീകൂപ്പ് ചെയ്യാനുള്ള തീരുമാനം എടുത്താണ് ആ പദ്ധതി എനിക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വരുമ്പോൾ കാശില്ല എന്ന് പറഞ്ഞ MLA അദ്ദേഹത്തിൻ്റെ തന്നെ കൗൺസിലർ, വൈസ് ചെയർമാൻ 50 ലക്ഷം രൂപ കൊടുക്കുന്നു. അവിടെ ഞങ്ങൾ തമ്മിൽ തുടങ്ങി തർക്കം. അത് ആ ഒരു തർക്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കും പറഞ്ഞ അഭിപ്രായ വ്യത്യാസം രൂക്ഷമാവുന്നത്. പിന്നീട് അത് ഉദ്ഘാടന വേളയിലേക്ക് വന്നു, അദ്ദേഹത്തിന് സ്വാഗതം പറയണമെന്ന് പറഞ്ഞു. അതിന് തർക്കമുണ്ടായി. 2020 എൻ്റെ കാലാവധി തീരുമ്പോൾ എന്നെ എങ്ങനെയെങ്കിലും UDF നിന്നും കോൺഗ്രസിൽ നിന്നും പുറത്താക്കാനുള്ള ഒരു അജണ്ടയുമായി അദ്ദേഹം മുന്നോട്ട് പോയി. അതിൻ്റെ ഭാഗമായാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് 2025 നടക്കുമ്പോൾ എന്നെ UDF ഉൾപ്പെടുത്തരുത് എന്ന് പറഞ്ഞ്, കോൺഗ്രസിലും ഉൾപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് VD സതീശൻ പ്രതിപക്ഷ നേതാവിന് കത്ത് കൊടുക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊന്നും എന്നെ പങ്കെടുപ്പിച്ചില്ല. അപ്പോൾ ഇനി തുടർന്ന് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി നിൽക്കുമ്പോഴാണ് കാസർഗോഡ് നിന്ന് VD സതീശൻ നയിക്കുന്ന യാത്ര ആരംഭിക്കുന്നത്. അവിടെ വെച്ച് ശ്രീ മുഹമ്മദ് ഷിയാസും അനൂപ് ജേക്കബും VD സതീശനും തീരുമാനമെടുത്തു, സാബുവിനെ പാർട്ടിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്യാൻ തീരുമാനമെടുത്തു. ആ ഡിസ്മിസ് ചെയ്യാൻ തീരുമാനമെടുത്ത് ഞാൻ KPCC എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്നപ്പോൾ KPCCയുടെ അനുവാദം കൂടി വേണ്ടി വരും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ KPCCയിലേക്ക് ഇതിൻ്റെ ചില മെസ്സേജുകൾ ചെന്നപ്പോൾ എനിക്ക് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞു എന്നെ പാർട്ടിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്യാൻ പോകാൻ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പത്രസമ്മേളനം വിളിച്ച് ആ ഡാമേജ് എനിക്ക് ഉണ്ടാകാതിരിക്കുവാൻ, ഒരു തെറ്റും ചെയ്യാത്ത, ഒരു കുറ്റവും ചെയ്യാത്ത, ഇന്ന് വരെ ഒരു അച്ചടക്ക നടപടി പോലും എൻ്റെ പേരിൽ എടുക്കാത്ത കോൺഗ്രസിൽ നിന്ന് ഞാൻ രാജിവെക്കുകയാണ് ഉണ്ടായത്. LDF എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഈ 10 വർഷത്തെ നോക്കുമ്പോൾ, പ്രത്യേകിച്ച് 5 കൊല്ലത്ത് ഞാനിരുന്ന കാലഘട്ടത്തിലെ വികസനം നോക്കുമ്പോൾ, വികസനം പിറവത്ത് കൊണ്ടുവരാൻ കഴിയും. പിറവത്ത് ഒരു വികസനവും കൊണ്ടുവരാത്ത MLA അല്ലേ ഇദ്ദേഹം. അപ്പോൾ ഈ നാട് 15 വർഷം പുറകോട്ട് പോയി. നാട് 15 വർഷം പുറകോട്ട് പോയത്. ഒരു BNBC നിർമ്മാണമുള്ള റോഡോ ഒരു പാലമോ, പിറവത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ് എക്സൈസ് കടവ് പാലം, കൂത്താട്ടുകുളത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ് റിംഗ് റോഡ്, മുളന്തുരുത്തിയുടെ ഏറ്റവും വലിയ ആവശ്യമാണ് ഒരു സിവിൽ സ്റ്റേഷൻ, അതുപോലെ കൂത്താട്ടത്ത് സിവിൽ സ്റ്റേഷൻ. നിരവധി വികസന പ്രവർത്തനങ്ങളുണ്ട്, ഒന്നും അദ്ദേഹത്തിന് നടത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എൻ്റെ പൂർണ്ണമായ വിശ്വാസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അത് ഏറ്റെടുക്കാൻ കഴിയും, അത് നടപ്പിലാക്കാൻ കഴിയും. അതുകൊണ്ട് പൂർണ്ണമായി ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായി യോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത്.